ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ലോങ് വീക്കെൻഡ് ആണ് ഈ ആഴ്ച. ലോങ് വീക്കെൻഡ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കാനഡ ഡേ ആണ്. നമ്മുടെ ജൂലൈ 1 അല്ലേ? ജൂലൈ 1 കാനഡ ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ലീവ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ചെറിയൊരു ട്രിപ്പ്, അതായത് 2 ദിവസം 3 ദിവസമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പോയി ഒരു 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് വരാമെന്ന്. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി പോകുന്ന സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പേരാണ് ബെൽ ഫൗണ്ടെയിൻ. ഞാനിപ്പോൾ എന്തിനാണ് വോയിസ് ഓവർ കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അവിടെ എത്തിയപ്പോൾ ഞാൻ സ്റ്റക്കായി പോയി. നമ്മൾ പോകാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് കിട്ടില്ല. പക്ഷെ കുഴപ്പമില്ലല്ലോ, വോയിസ് ഓവർ എന്നുള്ളൊരു ഓപ്ഷൻ ഞങ്ങൾക്ക് ഉണ്ടല്ലോ. ഞങ്ങൾ ഈ സ്ഥലം ചൂസ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ടെങ്ങാനും ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്ത ഒരു റീൽസ് വെച്ചിട്ടാണ്. ഈ സ്ഥലം വരുന്നത് നമ്മുടെ കാലിഡൺ സൈഡിലാണ്. അതുകൊണ്ട് തന്നെ മൊത്തം കൺട്രി സൈഡാണ്, ഫുൾ ഫാമും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങളിവിടെ എത്താൻ തന്നെ ഏകദേശം 6 മണിയായിട്ടുണ്ടായിരുന്നു. 9 മണിയാകുമ്പോൾ ഇവർ ക്ലോസ് ചെയ്യുമെന്നും പറഞ്ഞു. പക്ഷെ കുഴപ്പമില്ല, ഇവരെ അലൗ ചെയ്യുന്നത് ആകെ 2 മണിക്കൂർ മാത്രമാണ്. ഇവിടെ ആൾക്കാർക്ക് വേറെ വണ്ടിക്ക് വേറെ പാസ്സൊക്കെ എടുക്കണം കേട്ടോ. അങ്ങനെ നമ്മളിത് നമ്മുടെ ഫോൾസിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ചെറിയ ഫോൾസാണ്, അതുപോലെ തന്നെ ഇത് നമ്മൾ മനുഷ്യന്മാരുണ്ടാക്കിയ ഒരു ഫോൾസ് കൂടിയാണ്. എവിടെ പോയാലും മലയാളിയാണെന്ന് അറിയിക്കാനുള്ള ഒരു ഷോ ഉണ്ടാവുമല്ലോ. ഞങ്ങളിത് സ്പീക്കറൊക്കെ എടുത്ത് പാട്ടൊക്കെ വെച്ച് നടക്കുകയാണ്. ഇപ്പം കടന്നുപോയ ആളാണ് ഇക്കു അഥവാ ഇക്ബാൽ. ഇത് നമ്മുടെ സ്വന്തം ബ്ലസൻ ബ്രോ. ഫ്രണ്ട്സ് എന്ന് പറയുന്നല്ലാതെ ഞാൻ ആരെയും പരിചയപ്പെടുത്താറില്ലല്ലോ. ഈ മനുഷ്യനെ കുറേയായി നിങ്ങൾ കാണുന്നുണ്ടാവുക. ഇത് നമ്മുടെ സ്വന്തം അൽത്താഫ്. ഇത് നമ്മുടെ അരുൺ ബ്രോ. ഈ ചങ്ങായിയാണ് എനിക്കന്ന് കാട്ടുമുന്തിരിയാണെന്ന് പറഞ്ഞു തന്ന മനുഷ്യൻ. അങ്ങനെ നമ്മൾ അടിപൊളി മലയാളം സോങ്ങൊക്കെ ഇട്ട് എൻജോയ് ചെയ്യാണ്. പക്ഷെ ഇവരാരും കാണാത്തൊരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. അത് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാർ നമ്മൾ പാട്ടിനൊത്ത് താളം തുള്ളാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഒരു തൂക്കുപാലത്തിലാണ് കേട്ടോ. ഇത് 2 സൈഡിലേക്കും മൂവ് ചെയ്യും. അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ ഇവിടുന്ന് പൊലിക്കാൽ അപ്പുറമുള്ളവർ അനങ്ങൊന്നും ചെയ്യത്തില്ല. പണ്ടൊക്കെ എനിക്ക് ഈ തൂക്കുപാലം എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയായിരുന്നു. കാരണം നമ്മുടെ നാട്ടിലുള്ളതിന് അത്ര വലിയ ഉറപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പക്ഷേ ഇവിടെ എല്ലാം സെറ്റാണ്. ഇവർക്കിപ്പോൾ സത്യം പറഞ്ഞാൽ എന്നെ വിശ്വാസമില്ല. എൻ്റെ കൂടെ വരാൻ പേടിയാണ്. പക്ഷേ അതിലും കാര്യമുണ്ട് കേട്ടോ. ക്യാമറ ഏത് സൈഡിൽ നിന്നാണ് വരുവാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇവരിപ്പോൾ എൻ്റെ കൂടെ വരുമ്പോൾ നന്നായി അണിഞ്ഞൊരുങ്ങിയിട്ട് മാത്രമേ വരാറുള്ളൂ. ഓക്കെ വാ, അവരെത്തിയെടുത്ത് നമുക്കും പോകാം. അതെന്താണെന്ന് വെച്ചാൽ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഞാൻ മന്ദം അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്തുകൊണ്ടാണെന്നറിയില്ല, ചെറുതായി സ്ലിപ്പാവുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല, വെള്ളച്ചാട്ടത്തിൽ നിന്ന് 24 മണിക്കൂറും വെള്ളം ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എനിക്ക് പൊതുവേ ഈ കടലും കാര്യങ്ങളെല്ലാം കാണാൻ പോകുന്നതിനേക്കാളും ഇഷ്ടം കുറേ മൗണ്ടെയ്ൻസും അതുപോലെ കുറേ കാടും മേടൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ്. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് ഭയങ്കര അടിപൊളിയാണ്. ഇത് ഏകദേശം നമ്മുടെ നാട്ടിലൊരു ചെറിയ തോടില്ലേ, അതുപോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. അതിൻ്റെ ഇടയിലാണ് ഇവർ ഈ വെള്ളച്ചാട്ടം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അൽ ഫ്രീക്കന്മാർ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കൂട്ടത്തിലെ ഹെവി മോഡൽസാണ് കേട്ടോ ഇവരൊക്കെ. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തേക്ക് പോവാം. ഇത് എന്താണ് ഏതാണെന്നൊന്നും എന്നോട് ചോദിക്കാൻ പാടില്ല. നിങ്ങളെപ്പോലെ ഞാനും അന്ന് ആദ്യമായിട്ടായിരുന്നു ഇത് കാണുന്നത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പണ്ട് കാലത്ത് എന്തോ വല്ല തുരങ്കോ അല്ലെങ്കിൽ ഇങ്ങനെ ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിർമ്മിച്ചൊരു സംഭവമാണെന്ന് തോന്നുന്നു. ഇത് നമുക്കിങ്ങനെ ദൂരത്തേക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആക്കി വെച്ചൊരു സെറ്റപ്പാണെന്ന് തോന്നുന്നു. വലിയ ഐഡിയ ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകതയുണ്ട്. ഉള്ളിൽ ഭയങ്കര ഇരുട്ടായിരുന്നു, ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ എനിക്കറിയില്ല, ക്യാമറയിൽ ഭയങ്കര ക്ലാരിറ്റി ആയിരുന്നു. നമ്മൾ ക്യാമറ വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായി ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും കാണാം. ഇതുണ്ടാക്കിയ ആളെ സമ്മതിക്കണം കേട്ടോ, അവരെ മിടുക്ക് അപാരം തന്നെ. അതിൻ്റെ ഉള്ളിൽ കുറച്ച് ടൈം ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ചെറുതായിട്ട് നമുക്കൊരു പേടി വരും കേട്ടോ. ആരും ഒന്നും പേടിക്കണ്ട, അൽത്തു നൈസായിട്ടൊന്ന് വഴുതിയാണ്, കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ ആ ഗുഹക്കകത്തുനിന്ന് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ആഹാ, എന്താ വെളിച്ചം. ഓക്കെ, ഇനി നമുക്കിത് മുന്നോട്ട് ചലിക്കാം. ഞങ്ങളെല്ലാവരും നല്ല സെയിം വൈബാണ്. അതുകൊണ്ട് തന്നെ ഇവരൊപ്പമുള്ള യാത്ര ഇതുവരെ ഞങ്ങൾക്ക് ബോറടിയായി തോന്നിയിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു 5 ലോങ് വീക്കെൻഡിലേക്കുള്ള കാര്യങ്ങൾ നമ്മളിപ്പോഴേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കോപ്പിറൈറ്റ് കിട്ടാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഒന്നും വെക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ബ്ലാ 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ വെറും വീഡിയോ മാത്രം കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബോറടി തോന്നിയാലോ.
ഇവിടെ നിന്ന് ഒരുപാട് കിലോമീറ്റേഴ്സ് നടക്കാനുണ്ട് കേട്ടോ. അവരനുവദിച്ച് തന്ന 2 മണിക്കൂറിനകത്ത് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല. ഞങ്ങൾക്ക് വളരെ ചെറിയ ദൂരം മാത്രമേ നടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മൾ പോകുന്ന ഓരോ വഴികളും നമ്മളിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതിനിടയിൽ ബാക്കിൽ നിന്ന് ഒരാൾ എന്നെ വന്ന് പെട്ടെന്ന് പേടിപ്പിച്ചിട്ട് ഓടുകയാണ്. വേറെ ആരുമല്ല, മുന്നിൽ നടക്കുന്ന നമ്മുടെ ഈ സ്വന്തം ബ്ലെസൻ ബ്രോ. ആൾ ഭയങ്കര പാവാണ് കേട്ടോ. ഈ കാടിനിടയിലൂടെ അവരുണ്ടാക്കി വെച്ച ഈ വഴി അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു അടിപൊളി ആംബിയൻസ് ആണ്. അധികം വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല അടിപൊളി ക്ലൈമറ്റും ആയിരുന്നു. അതുപോലെ തന്നെ ചെറിയ പുഴയും കുറേ ആൾക്കാരും ഒക്കെ ആകുമ്പോൾ ഈ യാത്ര ഭയങ്കര അടിപൊളിയായിരുന്നു. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എപ്പോഴും സെക്യൂരിറ്റി വാച്ച് ചെയ്തുകൊണ്ടുണ്ട്. ഞങ്ങൾ നടന്നു പോകുമ്പോൾ പെട്ടെന്നൊരാൾ വന്ന് മിഥുനെ അങ്ങ് തടഞ്ഞു നിർത്തുവാണ്. എന്നിട്ട് മിഥുനോട് പറഞ്ഞു വോളിയം കുറച്ച് കുറക്കാൻ. മിഥുൻ്റെ വോളിയം അല്ല കേട്ടോ, മ്യൂസിക്കിൻ്റെ വോളിയം. സ്പീക്കർ മിഥുൻ്റെ കയ്യിലായിരുന്നു. പക്ഷെ നമ്മൾ മലയാളികൾക്ക് നമ്മളോട് വന്ന് ആരെങ്കിലും ഒരു ഓർഡർ ഇട്ടാലേ അതനുസരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് തന്നെ അപ്പോൾ ഒരു 2 സെക്കൻഡേക്ക് കുറച്ചിരുന്നെങ്കിലും പിന്നെയും ഇത് വോളിയം നന്നായിട്ട് അങ്ങ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് ഒരു ചെറിയ അരുവിയുടെ സൈഡ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ ഓരോ സൈഡിലായിട്ട് ഓരോ ആൾക്കാരിങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, വെള്ളം കണ്ടാൽ അപ്പോൾ ഇറങ്ങണം. അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്. തണുപ്പ് താരതമ്യേന കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ടൈം ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത്ര വലിയ തണുപ്പ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അധികം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സുഖമായിട്ട് നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് ക്രോസ് ചെയ്യാൻ പറ്റുമായിരുന്നു. വീഡിയോ എടുക്കുന്നുണ്ട് എന്നറിവുള്ളത് കൊണ്ടായിരിക്കണം ഞാൻ ഈ കാണുന്ന ഷോ ഒക്കെ ഇടുന്നത്. ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയത് കണ്ടിട്ട് അടുത്താക്കും വെള്ളത്തിൽ ഇറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷെ കല്ലിന് അത്യാവശ്യം നല്ല വഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കര ധൈര്യം സംഭരിച്ച് മിഥുനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരികയാണ്. എല്ലാ തവണത്തെയും പോലെ ഈ യാത്രയും ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ എല്ലാ തവണയും പറയാറുള്ള പോലെ മാസത്തിൽ 1 തവണയെങ്കിലും ഒരു ട്രിപ്പെങ്കിലും പോകണം, നമുക്ക് നമ്മളെ തന്നെ ഒന്ന് റിലാക്സ് ചെയ്യാൻ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം അമൃത.